സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ഡി.കെ. ശിവകുമാർ അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. ഒട്ടേറെ രാഷ്ട്രീയ ചർച്ചകൾ, സംവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ ഡി.കെ. ശിവകുമാർ. ഇപ്പോഴിതാ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനോദാണ് ചേരുന്നത്. വിനോദ്, ജാതിമത സമവാക്യങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ MP സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയുടെ ആൾ വരും, കൂടുതൽ ദളിതര മന്ത്രിസഭയുടെ ഭാഗമാക്കിയേക്കും. അങ്ങനെ പല ചർച്ചകളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിമാരുമൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്നൊരാക്ഷേപമാണ് ഇനി നേരിടാൻ പോകുന്നത്. അതിനുകൂടി പരിഹാരമുണ്ടാകണം എന്ന് ചില കോണുകളിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് തന്നെ ആവശ്യവും ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അഭിലാഷ്, 2.5 വർഷം ധാരണ എന്നതായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ആ 2.5 വർഷം പിന്നിട്ടു. ഇപ്പോൾ സിദ്ധരാമയ്യ രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഉറപ്പിച്ച് പറയുകയും അത് വലിയ തർക്കത്തിലേക്ക് പോവുകയും AICC നേതൃത്വം ഇടപെടുകയുമായിരുന്നു. ഏറ്റവും ഒടുവിൽ രാജിക്ക് സിദ്ധരാമയ്യ വഴങ്ങി. അദ്ദേഹം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഈ പ്രഭാത ഭക്ഷണം ഒരുക്കി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ കാവേരിയിലാണ് ഈ പ്രഭാത ഭക്ഷണം ഒരുക്കിയത്. അവിടെ ഡി.കെ. ശിവകുമാർ എത്തുകയും സിദ്ധരാമയ്യയുടെ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള കാഴ്ചകൾ കൂടി ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ഗവർണറെ കാണുന്നതിന് വേണ്ടി സിദ്ധരാമയ്യ സമയം ചോദിച്ചിട്ടുണ്ട്. 11:30 മണിയായിരുന്നു, ഇപ്പോൾ 3:30 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാജിക്കത്ത് കൈമാറും എന്ന് തന്നെയാണ് കരുതുന്നത്. കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യസഭാ സീറ്റുകൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടതുണ്ട്. അഭിലാഷ് പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള സിദ്ധരാമയ്യയെ ഒഴിവാക്കുമ്പോൾ ആ കുറവ്, ആ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്ന നിലയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. മാത്രമല്ല, സിദ്ധരാമയ്യയ്ക്ക് തന്നെ ഇപ്പോൾ രാജ്യസഭാംഗത്വം നൽകാമെന്ന ഒരു ഉറപ്പ്, അദ്ദേഹത്തെ PCC അധ്യക്ഷനാക്കാമെന്ന ഉറപ്പ്, അദ്ദേഹത്തിൻ്റെ മകന് മന്ത്രിസ്ഥാനം നൽകുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ തരത്തിലൊക്കെയുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, കർണാടകയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന വലിയ മുറവിളി ഉണ്ടായിരുന്നു. അദ്ദേഹം കർണാടകയിൽ മാത്രമല്ല, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. ശരി, തീർച്ചയായും ഒരു വലിയ പ്രതിസന്ധി കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാകുന്നത്. ഡി.കെ. ശിവകുമാർ, ഇതാ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി.കെ. ശിവകുമാർ നേരത്തെയുള്ള ധാരണ പ്രകാരം ആ കാലാവധിയൊക്കെ കഴിഞ്ഞുപോയി. 2.5 വർഷം പിന്നിട്ട് 3 വർഷമായെങ്കിലും ഇപ്പോൾ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.